ഇതെന്താ ആരട്ടെന്ന് ആര് ഇത് ഇവിടെ ആപ്പിള്, ഇവിടെ ഇത് മുന്തിരി, ഇത് എന്താ പറയാ ഓറഞ്ച്, ഇത് ചിക്കൻ. ചിക്കനോ? കയ്യുമ്പോ എങ്ങനെ ചിക്കൻ വറക്കണ? നൗത്ത് പോയിരുന്നു. കൈ നല്ല ചോട്ടു. എന്താ എന്താ പറയണ? ആർക്കൊക്കെ ബിരിയാണി വേണ്ടി? അനക്ക് ബിരിയാണി വേണോ? ചിക്കൻ വേണോ? അനക്ക് വേണോ? ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് പെരുന്നാൾ വ്ളോഗാണ്, പെരുന്നാൾ ദിവസത്തെ വീഡിയോ ആണ്. ആദ്യത്തെ പെരുന്നാളിൻ്റെ. അപ്പം ഇന്ന് 4ാമത്തെ പെരുന്നാളൊക്കെ അയക്കണു. വീഡിയോ വരാൻ നേരം വൈകി. പിന്നെ അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക് പറയ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പെരുന്നാൾക്ക് മന്തിയാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ എന്തായിരുന്നു സ്പെഷ്യൽ പെരുന്നാളിന് ഉണ്ടാക്കിയതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പം നമ്മൾ രാവിലെ തന്നെ മന്തിക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടാ. അപ്പോൾ ഒരു മറ്റേ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, ചെമ്പ് അങ്ങനത്തതൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ ചോറ് വെക്കണ കുടുക്കയിൽ തന്നെയാണ് വെക്കണത്. അപ്പോൾ എങ്ങനെ ഊറ്റിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എനിക്ക് നന്നായിട്ട് വെക്കാനൊന്നും അറിയില്ല, എൻ്റെ ഒരു വെപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇതാ അരി കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ചിക്കനാണ് കേട്ടോ. ആദ്യം കുറച്ച് നേരം മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ആദ്യം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ സാദാ ചോറും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കൂട്ടാഞ്ചാറും, പിന്നെ കൂട്ടാഞ്ചാറ് പറഞ്ഞാൽ കുമ്പളങ്ങയും വാഴയ്ക്കും ചേനയും പാടെ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. ഇത് ബാക്ക് പറഞ്ഞ ഈദ് മുബാറക്. എൻ്റെ കലാപരിപാടിയാ. ഇവിടെ കാക്കരിയല്ലോ, ഇവിടെ കാക്കരി. ഇത് ബാർക്ക്. ഇത് ബാർക്ക്. വലൈക്കും സലാം. ചക്കുടുക. ഇത് ബാർക്ക്. ഇത് മുബാറക്. ടാറ്റാ. എവിടൊക്കെ പോണേ? ടൂർ പോകണ്ടാ പെരുന്നാളായിട്ട്? ഇല്ല. സാധാ ചോറിക്ക് പിന്നെ കാബേജിയുടെ പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂട്ടാഞ്ചാറും. അപ്പോൾ ഇതാ ചോറൊക്കെ നല്ല തിളച്ച് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഊറ്റിയെടുക്കാൻ അപ്പോൾ ചോറ് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ആദ്യം 2 കോരി ചോറൊക്കെ അതിൽ ഇട്ടിട്ട് അതിൻ്റെ മേലെ ചിക്കൻ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ ചോറിടുക, അങ്ങനെയാണ് കേട്ടോ. പിന്നെ മഞ്ഞളിൻ്റെ വെള്ളം കുറച്ച് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിൻ്റെ മേലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയും കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട്, അതും അതിൻ്റെ മേലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല. പിന്നെ മൈലാഞ്ചി ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. മൈലാഞ്ചി ട്യൂബ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ല. മക്കളെന്തോ അങ്ങനെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറൊക്കെ ആയി വെക്കുമ്പോൾ നമ്മൾ സനമോളുടെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ അയൽവാസി, നമ്മളെ അയൽവാസി കുട്ടിയാണ്. അപ്പോൾ ഓളിനെ വിളിച്ചിട്ടാ ചോറ് ഞാൻ. അപ്പോൾ ഓളിനെ വിളിക്കാൻ സനമോള് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയും അതിൽക്കുള്ളിൽ കച്ചമ്പറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ അല്ലറ ചില്ലറ പണികൾ, തുടക്കൽ, പിന്നെ പാത്രം മോറൽ, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം തന്നെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ.
അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മക്കൾക്ക് ചോറൊക്കെ കൊടുക്കണം. പെരുന്നാളായിട്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്കൊന്നും പോണില്ല. അപ്പോൾ ഇവിടെ തന്നെയാണ്. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ഓരോ ആഗ്രഹം എങ്ങോട്ടേലും പോകണമെന്ന്. അപ്പോൾ നമ്മളവിടെ അടുത്തൊരു പാർക്കുണ്ട്. അപ്പോൾ അവിടേക്ക് ഉച്ചരുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ മക്കൾക്കൊക്കെ ചോറ് കൊടുത്തിട്ട് പിന്നെ അവർ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് അവർ നല്ല കളിയിലൊക്കെ ആയിട്ടാണ്. അവർ മുറ്റത്തിരുന്ന് അങ്ങനെ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. മഴ ഇല്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ പുറത്ത് പോയി കളിക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു കേട്ടോ. താത്താർക്ക് പിന്നെ നമ്മൾ അടുത്ത കടയിൽ പോയിട്ട് മക്കൾ ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. എങ്ങോട്ടേലൊക്കെ മക്കൾ അങ്ങനെ കൊണ്ടുപോയിട്ടൊക്കെ കുറേ കാലമായിക്കണം. അങ്ങനെ നമ്മൾ പോക്ക് അങ്ങനെയൊക്കെ കുറവാണ് കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും വേണ്ടില്ല, പെരുന്നാളല്ലേ വെച്ചിട്ട് മക്കളിനായിട്ട് എന്താണ് നമ്മൾ വെള്ളിയാങ്കല്ല് പാർക്കാണ് ഇവിടെ തൃത്താല കേട്ടോ. അവിടേക്ക് പോയി. പിന്നെ അവരവിടെ പോയി നോക്കുമ്പോൾ അവരെ കാണാനും കിട്ടിയില്ല, ഒന്നിനും കിട്ടിയില്ല. ഒന്നും നല്ലപോലെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നിനും കിട്ടിയില്ല. പിന്നെ അങ്ങനെ അവരെ കാണാതാവലും തെരച്ചിലൊക്കെ ഇരുന്നിട്ടാ. എവിടെ പോയി കളിക്കണമെന്ന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ കളിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ച്. അപ്പോൾ അങ്ങനെ കറക്റ്റ് വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല കേട്ടോ. ഞാനും 4 മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവരെപ്പം നമ്മളാണ്ട് ആക്കി തന്നിട്ട് കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം തിരിച്ച് ഞങ്ങൾ ഏതെങ്കിലും ഓട്ടോറിക്ഷയിൽ വന്നുകൊണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചിട്ട് ഞങ്ങൾ 6 മണി 6:15 ടൈമിൽ നമ്മൾ തിരിച്ച് വരാൻ നോക്കി നോക്കുമ്പോൾ ഓട്ടോറിക്ഷ ഒന്നും നിൽക്കണില്ല ആ ഭാഗത്ത്. ഒറ്റെണ്ണം ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ കടയിൽ നിന്ന് തന്നെ ഇവരെപ്പാക്ക് വരേണ്ടി വന്നിട്ടാ. എന്നിട്ട് ഞങ്ങൾ അങ്ങനെയാണ് 7 മണിയൊക്കെ ആയി വീട്ടിലെത്താൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.